ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്ന വഴിക്ക് തന്നെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. എങ്ങോട്ടാണെന്നുള്ളത് വഴിയേ പറയാം. അതിൻ്റെ ഇടയ്ക്ക് പോണ വഴിക്ക് കണ്ടത് നല്ല മഴക്കാറാട്ടോ. മഴക്കാറ് കാണുമ്പോൾ വിചാരിക്കും ഇപ്പം മഴ പെയ്യുമെന്ന്. 2-3 ദിവസമായിട്ട് നല്ല മഴക്കാറും ഇടിവെട്ടും എല്ലാം ഉണ്ട്. പക്ഷെ മഴ എന്ന് പറഞ്ഞ സാധനത്തിനെ മാത്രം കാണാനില്ല. ചാറിപ്പോവും. എന്തൊരു ചൂടാലേ. അയ്യോ, ഫ്ലാറ്റിൻ്റെ അകത്തൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എ സി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എ സി കുറയ്ക്കുന്നതിനെക്കുറിച്ചും ഫാനും ലൈറ്റും കുറയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും പറ്റണ്ടേ ചൂടത്ത്. അങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല കേട്ടോ ചൂട് ഇത്രയും ഒരു ചൂട് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ നിന്ന്. അങ്ങനെ ഒരു ചൂട് കാലാവസ്ഥയിലൂടെയല്ലേ നമ്മളൊക്കെ കടന്നു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരിടയ്ക്ക് രാത്രി മൊത്തം പവർ കട്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതാട്ടോ എടുത്ത് വീഡിയോ ഇട്ടാലോ എന്ന്. അപ്പോഴേക്കും വേറെ ആൾക്കാർ ഇട്ടതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ടില്ല. ഇടയ്ക്ക് കളമശ്ശേരി എത്തിയപ്പോൾ ഒന്ന് മഴ ചാറി കേട്ടോ. പക്ഷേ വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. എനിക്കറിയായിരുന്നു ഇത് പെയ്യാൻ പോകണില്ല എന്ന്. പിന്നെ ചാറ്റലെങ്കിലും ഉണ്ടെങ്കിൽ തണുപ്പ് കാറ്റെങ്കിലും കിട്ടുമല്ലോ, അത് തന്നെ ഒരാശ്വാസം കേട്ടോ. പിന്നെ ഈ ഒരു റൂട്ട് നമുക്ക് എപ്പോഴും സ്ഥിരം പരിചയമുള്ളതാണല്ലോ. കളമശ്ശേരി, ആലുവ, ആ റൂട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. എങ്ങോട്ടാണെന്നുള്ളത് ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം. കൂടൽമാണിക്യം ഉത്സവം ഇരിങ്ങാലക്കുടയ്ക്കാണ് വന്നത്. വല്ലക്കുന്നിൽ കയറി അമ്മയുടെ അടുത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രി മേളത്തിന് ഇറങ്ങിയതാട്ടോ. കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് ഉത്സവത്തിൻ്റെ ആദ്യം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. സാധാരണ ഉത്സവത്തിൻ്റെ അവസാന പാദമാണ് എത്തുന്നത്. 10 ദിവസത്തെ ഉത്സവമാണ്. പക്ഷേ ഇപ്രാവശ്യം അത് നടപ്പില്ല, ഞങ്ങൾ സ്ഥലത്തുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യ പാദത്തിൽ തന്നെ ഇങ്ങോട്ട് എത്തി. ഉത്സവം മിസ്സാക്കാൻ പറ്റില്ലല്ലോ. ഓടിപ്പടച്ചുള്ളൊരു വരവാണ്. ഇപ്രാവശ്യം ഉണ്ടല്ലോ, ഏപ്രിലായ പിന്നെ ഒരു 5-6 പ്രാവശ്യമെങ്കിലും വല്ലക്കുന്ന് വന്നു പോവും. 2 ദിവസമാണ് ഇടയ്ക്ക് അമ്മമാരുടെ കൂടെ ഒന്ന് നിൽക്കാൻ പറ്റിയത് കേട്ടോ. വല്ലക്കുന്ന് വന്നിട്ട് ഏട്ടൻ്റെ അമ്മേനെയൊക്കെ കൊണ്ടുവന്ന് നിന്നായിരുന്നു. പക്ഷേ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നില്ല കേട്ടോ. ഇനി മെയിൽ പറ്റുമോ എന്ന് നോക്കണം. കുറച്ച് തിരക്കുകളിലാണ്. അരങ്ങേറ്റത്തിൻ്റെ തിരക്ക് കഴിഞ്ഞപ്പോൾ വേറെ പല തിരക്കുകൾ. എനിക്കെപ്പോഴും തിരക്ക് കഴിഞ്ഞിട്ട് നേരമില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ തിരക്കിലൂടെയുള്ള ഒരു ജീവിതം ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നും. പക്ഷേ രസമുണ്ട് കേട്ടോ. കാരണം സമയം പോകുന്നത് നമ്മളങ്ങനെ അറിയില്ല. എൻജോയ് ചെയ്ത് അങ്ങ് പോവുക കേട്ടോ. പിന്നെ ഞാൻ കല്യാണം കഴിച്ച് ചെന്ന സമയത്തെ ഏട്ടനൊക്കെ വൃശ്ചികോത്സവത്തിനെ കുറിച്ചിട്ട് വൃശ്ചികോത്സവം അങ്ങനെയാണ്, വൃശ്ചികോത്സവം ഇങ്ങനെയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പം അതായത് വൃശ്ചികോത്സവം വളരെ കേമമായിട്ടുള്ളൊരു ഉത്സവം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഇരിങ്ങാലക്കുട ഉത്സവവും തൃശ്ശൂർ പൂരവും ആറാട്ടുപുഴ പൂരമൊക്കെ കണ്ടിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. സെയിം പാറ്റേൺ ആട്ടോ വൃശ്ചികോത്സവത്തിനും, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം പിന്നെ ഏട്ടൻ ഇവിടെ വന്ന് കണ്ടു തുടങ്ങിയപ്പോൾ മനസ്സിലായിട്ടോ, വൃശ്ചികോത്സവം പോലെ തന്നെയാണ് ഇരിങ്ങാലക്കുടയിലെയും തൃശ്ശൂരെയും മിക്കവാറും ഉത്സവങ്ങളും. ഇത്രയും 10-15 ആന, ആഘോഷങ്ങൾ, ലൈറ്റിങ്സ് എല്ലാം ഉണ്ടാവും എന്നൊക്കെ. ഏട്ടനും ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വല്ലക്കുന്നിൽ വന്ന് 2 ദിവസമൊക്കെ നിന്നിട്ട് വല്ലക്കുന്നിൽ പോകാമെന്ന് പറഞ്ഞാൽ ചാടി പറിച്ചിങ്ങ് പോകുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്ക് നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലമാണല്ലോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ, ഫ്ലാറ്റിലെ ഫ്രണ്ട്സൊക്കെ പറയും, നീ എന്താ ഞങ്ങളെ കൊണ്ടുപോകാത്തതെന്നൊക്കെ ചോദിക്കും. കൊണ്ടുപോകാം കേട്ടോ. ഈ ഓടിപ്പടച്ചുള്ള വരവും പോക്കിലും അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. ഞാനിവിടെ സമാധാനമായിട്ട് വന്ന് നിന്ന് നല്ലോണം ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ടേ അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ 15 ആനയാണ്. സംഗമേശ്വരൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മെയിൻ ആനയുടെ അപ്പുറത്തും ഇപ്പുറത്തും, അതായത് തിടമ്പേറ്റുന്ന ആനയുടെ അപ്പുറത്തും ഇപ്പുറത്തും കുട്ടിയാനകൾ നിൽക്കും കേട്ടോ. അതെന്താ അതിൻ്റെ ഐതിഹ്യം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതൊരു ഭയങ്കര രസമാണ്. 2 കുട്ടിയാന ഉണ്ടാവും. ആ 2 കുട്ടിയാനയുടെ നടുക്കാണ് മെയിനായിട്ടുള്ള സംഗമേശ്വര ഭഗവാൻ എഴുന്നള്ളുന്ന ആന ഉണ്ടാവുക. പിന്നെ ഈ ഒരു ഉത്സവം വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണല്ലോ. സത്യം പറഞ്ഞാൽ കുട്ടിക്കാലത്ത് എന്നെ ഇങ്ങോട്ടും കൊണ്ടുപോകാതെ, ഉത്സവത്തിന് ഇങ്ങനെ രാത്രി ഒന്നും കൊണ്ടുപോകാതിരിക്കുമ്പോൾ കാലത്തെ മേളത്തിന് നമ്മൾ പോകും കേട്ടോ. അതിപ്പോൾ ആരും കൊണ്ടുപോകുമൊന്നും വേണ്ട, ഞാനും അമ്മയും കണ്ണനും കൂടെ പോവും. രാത്രി പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് നമ്മളെ കൊണ്ടുപോകാൻ. അച്ഛനുള്ള കാലത്ത് അച്ഛന് ഇത് ഇഷ്ടമല്ല കേട്ടോ. ഉത്സവപ്പറമ്പ് പോകാമെന്ന് പറയുന്നതൊന്നും അച്ഛൻ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിട്ട് അങ്ങനെ ഇതാവാറില്ല. പക്ഷേ ഇത് അമ്മ കാലത്ത് കൊണ്ടുപോയി കറക്കി, കടകളൊക്കെ കറക്കി എന്തെങ്കിലുമൊക്കെ മേടിച്ച് തന്നിട്ടൊക്കെ വിടും. പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ ആനയെ ഭയങ്കര പേടിയാട്ടോ. ഇന്നലെ ഞങ്ങൾ ഇറങ്ങുമ്പോഴും അയ്യോ മേഘു ആനയ്ക്ക് എന്തെങ്കിലും ആവുമോ എന്നൊക്കെ ഇതായി. പക്ഷേ ചെറുതായിട്ടൊന്ന് ഒരാന ഒന്ന് അടഞ്ഞട്ടോ. എന്നുവെച്ചാൽ അങ്ങനെയല്ല, ആന അനങ്ങാതെ നിന്നു. ആന പിന്നെ തിരിച്ചു പോരാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, നീങ്ങാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ ആന മാറ്റി കേട്ടോ. ആൾക്കാരൊക്കെ ഒന്ന് പാനിക്കായി ഓടാനൊക്കെ തുടങ്ങി. പക്ഷേ അപ്പോഴത്തേക്കും ആന ഒന്നും ചെയ്തില്ല. ആന നിന്നോടത്തുനിന്ന് അനങ്ങിയില്ല കേട്ടോ. ഈ പ്രദക്ഷിണം വെക്കുമല്ലോ, അപ്പം അതിപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ. പക്ഷേ ഈ ആനകളൊക്കെ എല്ലാവരും കൂടെ ഒരു സ്ഥലത്തു നിന്ന് 14 ആനയും നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് വരുന്നൊരു കാഴ്ച ഉണ്ടല്ലോ. അത് ഒരു അടിപൊളി കാഴ്ച തന്നെയാണ്. പിന്നെ ആനകളെല്ലാം കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് ടിടിടിടിടിടിന്ന് ഇടിക്കും കേട്ടോ. ഒരു രസം. പിന്നെ ഉത്സവം ആന പേടിയുണ്ട്, ഇല്ല എന്നല്ല. മാളൂനും നല്ല പേടിയാണ്. എനിക്കും പേടിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ
ഇടഞ്ഞ പണി പാളും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പേടിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഒരു ഇച്ചിരി കൂടി കോഷ്യസ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറയാം. പിന്നെ മാളു ഉത്സവപ്പറമ്പിൽ കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ പട്ട ഇതൊക്കെ കളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ചുമ്മാ ഇങ്ങനെ രസമായിട്ട് അവരവിടെ ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളൊരു പട്ടയുടെ വടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ആളുകളൊക്കെ ഇങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി കേട്ടോ. ആളുകൾ നീങ്ങി തുടങ്ങിയത് ആന വരികയാണ്, ആനകൾ വരികയാണ്. 15 ആനയും ഒരുവിധം ഒരുമിച്ചാട്ടോ നടന്ന് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആ കിടി എന്നുള്ള സൗണ്ട് വരുന്നത് അപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ അമ്മേ ഇവരെങ്ങാനും ഇതിൽ നിന്ന് ഒരാനയാട്ടോ ഇപ്പുറത്തെ സൈഡ് കൊണ്ട് നിർത്തിയിട്ട് പിന്നെ അനങ്ങാതായത്. അപ്പോൾ തന്നെ ആനേനെ മാറ്റി. പോലീസുകാരൊക്കെ പിന്നെ ഓടിപ്പടിച്ച് വന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഇങ്ങനെ പന്തലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നിന്ന് കാണുന്നതും അടിപൊളിയല്ലേ. ഉത്സവം ഒരു വല്ലാത്ത വൈബാണ് ഗൈസ്, അതൊന്നും പറയാനില്ല. എനിക്ക് പിന്നെ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടകൾ കയറി ഇറങ്ങൽ, അത് കരിമ്പീൻകാട്ടിൽ കയറിയ ഞാനായിരുന്നു. ഇപ്പം കരിമ്പീൻകാട്ടിൽ കയറിയ മാളുവാനെയാണ്. അയ്യോ ഒന്നും പറയണ്ട. അച്ഛമ്മയും അമ്മൂമ്മയുടെയും കൂടെ വന്നപ്പോൾ അച്ഛനെ പിഴയിടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതാണ്. ഇതേ വീണ്ടും അതേ കടകളിൽ പോയി പിന്നെ 1 മണിക്കൂർ തപ്പി. ഉത്സവത്തിന് വന്നാലുണ്ടല്ലോ, ഉത്സവം കണ്ടു പോകുന്നതിനേക്കാളും കൂടുതൽ സമയം